ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത കളക്ഷൻ ഐറ്റം ആയിട്ടുള്ള സെറ്റാണ്. ഓക്കെ, നമ്മളിപ്പം ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു, ടപ്പിൾ ഡിസ്കസ് ചെയ്തു, ഡിക്ഷണറി ഡിസ്കസ് ചെയ്തു, റേഞ്ചിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പോൾ അടുത്ത കളക്ഷൻ ഐറ്റം ആയിട്ടുള്ള സെറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഈസ് എൻ unordered collection of unordered collection of data ആണ് സെറ്റ് എന്ന് പറയുന്നത്. unordered collection of data, ഇതിനെയാണ് എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ലിസ്റ്റ് ആയാലും ടപ്പിൾ ആയാലും എല്ലാം ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടാണ് അത് ഇൻഡെക്സ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ എലമെൻസിനും ഓരോ പൊസിഷൻ ഉണ്ടാവും. സോ ആ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പൊസിഷൻ നമ്പർ പോലെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു പൊസിഷൻ ഉണ്ടാവും. അതാണല്ലേ ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ സെറ്റ് എന്താണ്? സെറ്റ് ഇസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. സോ എന്താണ്? സെറ്റിനൊരു പൊസിഷൻ്റെ ആവശ്യമില്ല, അത് അൺഓർഡേർഡ് ആണ്, അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല. ഓക്കെ, ജസ്റ്റ് ഡാറ്റയുടെ ഒരു കളക്ഷൻ ആണ്, അതിനൊരു ഓർഡർ ഇല്ല. സോ എന്താണ്? സെറ്റ് ഇസ് നോട്ട് ആൻ ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ. ടപ്പിൾ ഡിക്ഷണറി ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഡിക്ഷണറി എന്ന് പറയുന്നത് കീ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഐറ്റം ആണ്. ഇനി എങ്ങനെ ഒരു സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റ്സ് ആണ്. വേറെ എന്തിനാണ് കേർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്? ഡിക്ഷണറി അല്ലേ. ഡിക്ഷണറിക്കും എന്ത് തന്നെ യൂസ് ചെയ്യുന്നത്? കേർലി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പം ജസ്റ്റ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതേസമയം ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. അപ്പം എങ്ങനെ മനസ്സിലാവും ലൈക്ക് ഇത് ഒരെണ്ണം സെറ്റാണ് അല്ലെങ്കിൽ മറ്റേത് ഡിക്ഷണറി ആണ്, രണ്ടും കേർലി ബ്രാക്കറ്റ്സ് ആണല്ലേ യൂസ് ചെയ്യുന്നത്? അപ്പം എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഡിക്ഷണറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വാല്യൂസ് ആണല്ലേ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. കീസ് ആൻഡ് വാല്യൂസ് ആണ്. അനു എന്ന് പറഞ്ഞ കീയുടെ വാല്യൂ ആണ് 15 എന്നുള്ളത്. സോ കീ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളതാണ് കേർലി ബ്രാക്കറ്റ്സിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പൈത്തൺ അതിനെ എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും? ഡിക്ഷണറി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അല്ല, വെറും വാല്യൂസ് മാത്രമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പൈത്തൺ വിൽ ഐഡൻറ്റിഫൈ ദാറ്റ് ആസ് എ സെറ്റ്. ഓക്കെ, പിന്നെ സെറ്റിനെ കുറിച്ച് പിന്നെ പറയുവാണെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഇസ് മ്യൂട്ടബിൾ. എന്താണ് മ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് അതിലോട്ട് എലമെൻസിനെ ആഡ് ചെയ്യാം. അതുപോലെ പിന്നീട് ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ് റിമൂവ് ചെയ്യാം, പിന്നീട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം, അങ്ങനെ ക്ലിയർ ചെയ്യാം. അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സെറ്റിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും അത് മ്യൂട്ടബിൾ ആണെന്ന് പറയും. സോ സെറ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ സെറ്റിൽ no duplicates are allowed in set. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്കൊരു പ്രോഗ്രാം, ഇപ്പം നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഡിക്ഷണറി അങ്ങ് കളയാം. എന്നിട്ട് നമുക്ക് ഈ സെറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന്, ഇപ്പം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ പൈത്തണിനോട് ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ടൈപ്പ് ചോദിക്കുന്നത്? പ്രിന്റ് ടൈപ്പ് ഓഫ്, നമ്മുടെ സെറ്റിൻ്റെ പേര് സെറ്റ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ടെർമിനൽ ഔട്ട്പുട്ട് നോക്കാം. കിട്ടിയല്ലേ? ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അപ്പം അതുപോലെ വേണമെങ്കിൽ ലെങ്ത് ഫംഗ്ഷൻ, LEN ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്കൊന്ന് ലെങ്ത് ചോദിച്ചു നോക്കാം. 6 ആണല്ലേ, 6 എലമെന്റ്സ് ഉള്ളൊരു സെറ്റ് ആണല്ലേ നമ്മുടെ. സോ LEN ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു, സെറ്റിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ സെറ്റ് തന്നെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് സെറ്റ്. നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെറ്റ് തന്നെയാണോ ഇവിടെ പ്രിന്റ് ആയിട്ടുള്ളത്? അല്ല അല്ലേ, നമ്മൾ കൊടുത്തേക്കുന്ന എന്താണ്, അൺഓർഡേർഡ് ആയിട്ടാണ് അല്ലേ, അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് ഓർഡറിലായിട്ടുണ്ടല്ലേ. പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ എന്താണ്, അത് ഓർഡറിലായിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്തേക്കുന്നത് അൺഓർഡേർഡ് ആയിട്ടാണ്. സോ അൺഓർഡേർഡ് കളക്ഷൻ അത് പ്രിന്റ് ചെയ്തപ്പോൾ എന്താണ്, അതിന്റെ ഓർഡർ മാറി അല്ലേ. ഇനി ഒന്നും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാവേ. അഗെയിൻ കിട്ടി അല്ലേ. അത് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇവിടെ 1 2 3 4 9 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രിന്റ് ചെയ്ത് വന്നപ്പോഴത്തേന് അതെന്തായി, 0 1 2 3 4 9 എന്നുള്ള രീതിയിൽ ആയി. ഇനി പറയുവാണെങ്കിൽ എന്താണ്, ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു ലിസ്റ്റിനെ എന്തിലോട്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും, സെറ്റിലോട്ടാക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. all elements are separated by comma. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ലിസ്റ്റ് നം എന്ന് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ലിസ്റ്റ് നം. എനിക്ക് ഈ ലിസ്റ്റ് നമ്നെ ഇനി എനിക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഒരു സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ലിസ്റ്റ് നം ലിസ്റ്റ് നം എന്ന് പറയുന്നത് is equal to set of ടൈപ്പ് കാസ്റ്റിംഗ് പോലെ അല്ലേ. നമ്മൾ നോർമലി എങ്ങനെ, അതായത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് നം എന്ന് പറയുന്നത്, ലിസ്റ്റ് നം ആണ് ആ ലിസ്റ്റിന്റെ നെയിം, ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താണ്, ലിസ്റ്റ് പ്രിന്റ് ലിസ്റ്റ് വെയിറ്റ് നമ്മളൊരു പുതിയ നെയിം കൊടുക്കണ്ടേ ഇവിടെ. ഓക്കെ, ലിസ്റ്റ് നം എന്നുള്ളത് നമുക്ക് സെറ്റ് നം ആക്കാം. സെറ്റ് നം. എന്നിട്ട് നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം, എന്താണ്, എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കളഞ്ഞു നോക്കാവേ. എന്നിട്ട് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ദാറ്റ് ലിസ്റ്റ്. എന്താണ് എറർ വന്നേക്കുന്നത്, ഓക്കെ, ഞാനിത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന്, അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് നമുക്കൊന്നും കൂടെ ഇത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് ഒരു സെറ്റ് ക്ലിയർ ചെയ്യാനുള്ള. ഓക്കെ, വെയിറ്റ്.
ഇവിടെ 1 സെക്കൻഡ് നമുക്കൊന്നും കൂടെ നോക്കാം. ലിസ്റ്റ് set equals set of that list, print num set. ഇപ്പം ഇനി റൺ ആവും. നേരത്തെ എന്തായിരുന്നു മിസ്റ്റേക്ക് പറ്റിയത്? ഞാനിവിടെ ഓൾറെഡി സെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സെറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരുന്നു നേരത്തെ എറർ വന്നത്. ഞാൻ ഇവിടെ ഒരു ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ മേളിലൊരു സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നേരത്തെയൊക്കെ എറർ കാണിച്ചത് സെറ്റ് ഒബ്ജക്റ്റ് ഇസ് നോട്ട് കോളബിൾ. അപ്പം അത് റിമൂവ് ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ലിസ്റ്റിനെ എനിക്ക് എന്തിലോട്ട് മാറ്റണം? ഈ ലിസ്റ്റിനെ എനിക്ക് സെറ്റിലോട്ട് മാറ്റണം. സോ ഞാൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് സെറ്റ്, ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലിസ്റ്റ് സെറ്റിലോട്ട് ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലിസ്റ്റ് സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം അല്ലേ? ആ വേരിയബിളാണ് നം സെറ്റ്. ഓക്കെ, നം സെറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഞാൻ സെറ്റ് ഓഫ് ലിസ്റ്റിനെ സ്റ്റോർ ചെയ്തു. ലിസ്റ്റിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു, സെറ്റ് ഓഫ് ലിസ്റ്റ് ആക്കിയിട്ട് അതിനെ ഇതിലോട്ട് സ്റ്റോർ ചെയ്തു, നം സെറ്റിൽ സ്റ്റോർ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? നം സെറ്റ് പ്രിന്റ് ചെയ്തു. വേണമെങ്കിൽ ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ? ഈ സെയിം ലിസ്റ്റിനെ എന്തിലോട്ടാക്കിയിട്ട് സെറ്റിലോട്ടായിട്ട് പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓർഡറിലാണ് നമുക്കിപ്പോൾ പ്രിന്റ് ആയി കിട്ടിയേക്കുന്നത്. സെറ്റിനെ ലിസ്റ്റിലോട്ടല്ല, ലിസ്റ്റിനെ സെറ്റിലോട്ട്. ഇനി നമുക്ക് ഒരു ലിസ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത്, സെറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഹൗ ടു ക്ലിയർ എ സെറ്റ്. നമ്മൾ ഡോട്ട് അപ്പൻഡ്, ഡോട്ട് ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായില്ലേ ഏതില്? ലിസ്റ്റിലൊക്കെ. നമുക്കിവിടെ നിന്ന് പ്രയോഗിച്ച് നോക്കാം. സെറ്റ് ഓഫ് നം എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നം സെറ്റ്, ഓക്കെ, സെറ്റ് നം. ഇത് ഞാൻ ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, എനിക്കിത് ക്ലിയർ ചെയ്യണം. ഡോട്ട് ക്ലിയർ. ദെൻ ഒരു പാരന്തസിസ് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് സെറ്റ് നം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ക്ലിയർ ആയല്ലേ സെറ്റ്? പിന്നെ സെറ്റ് നം ഡോട്ട് പോപ്പ് ചെയ്ത് നോക്കാം. പോപ്പ് എന്തായിരുന്നു? എന്താ സംഭവിച്ച? പോപ്പ് ചെയ്തപ്പോൾ ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള 0 കട്ടായിപ്പോയി. ഓക്കെ, 0 റിമൂവ് ആയിപ്പോയി. ഒരു വട്ടം കൂടെ ചെയ്ത് നോക്കാവേ. 2 വട്ടം സെറ്റ് നം പോപ്പ് ചെയ്യാം. ഡോട്ട് പോപ്പ്, then give a parenthesis. അടുത്ത എലമെന്റ് ആയിട്ടുള്ള ഏത് റിമൂവ് ആയിപ്പോയി? ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. 0 1 2 3 4 9. ഓക്കെ, 1 2 3 4 9 നമുക്ക് എവിടെ നിന്നാ പോപ്പ് ചെയ്തപ്പോൾ എലമെന്റ്സ് മിസ്സായി പോയത്? സ്റ്റാർട്ടിങ് നിന്നാണല്ലേ? അല്ലേ? നമ്മൾ ലിസ്റ്റിലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഓർഡേർഡ് കളക്ഷൻ ആയിരുന്നു അല്ലേ? ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ആയിരുന്നു. പക്ഷെ ഇതെന്താണ്? അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്തപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് എലമെന്റ്സ് മിസ്സായത്? എലമെന്റ്സ് മിസ്സായതെന്ന് പറയുമ്പം സ്റ്റാർട്ടിങ്ങിലാണ്. സ്റ്റാർട്ടിങ്ങിൽ മീൻസ് ഓർഡർ ചെയ്ത് വരുമ്പം സ്റ്റാർട്ടിങ്. അത് സെയിം സെറ്റ് ഓർഡറിൽ എഴുതി വരുമ്പോൾ എങ്ങനെ വരും? 0 1 2 3 4 9 എന്ന് വരും അല്ലേ? അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ്? 0 റിമൂവ് ആയിപ്പോയി, ദെൻ 1 റിമൂവ് ആയിപ്പോയി.
പക്ഷെ അല്ലാതെ ഇപ്പോൾ ഓർഡർ അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റാൻഡം ആയിട്ടാണ് എലമെൻറ്റ്സ് മിസ്സായിട്ടുള്ളത്. ഫസ്റ്റ് ആണെങ്കിൽ 0 മിസ്സായി, പിന്നീടാണെങ്കിൽ 1 മിസ്സായി. അപ്പോൾ നോക്കുമ്പോൾ പോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മിസ്സായിട്ടുള്ളത്? റാൻഡം ആയിട്ടാണ് എന്താണ് റിമൂവ് ആയി പോയിട്ടുള്ളത്, പോപ്പായി പോയിട്ടുള്ളത്. ഫസ്റ്റ് ചെയ്യുമ്പോൾ 0 പോയി, പിന്നീട് 0 ലാസ്റ്റിൽ നിന്ന് പോയി, പിന്നീട് പോപ്പ് ചെയ്തപ്പോൾ 1 ഫസ്റ്റിൽ നിന്ന് പോയി. പക്ഷെ അത് ഓർഡർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 0 1 2 3 4 9 ആണെങ്കിൽ 0 പോയതിനു ശേഷം 1 പോയി, ഇനി ചെയ്താൽ 2 ആയിരിക്കും മിസ്സാവാൻ പോകുന്നത്. ആണല്ലേ? 3 4 9. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെറ്റിൽ നിന്ന് റാൻഡം ആയിട്ട് നമ്പേഴ്സ് പോകുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെറ്റ് ഓർഡറിലാണോ? അല്ല. അത് ഓർഡറിലായിരുന്നെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് ഏറ്റവും ചെറിയതായിട്ടുള്ള എലമെൻറ്റ്, ദെൻ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ആ ഒരു രീതിയിലാണ് പോപ്പ് ചെയ്യുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താ, നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി എനിക്ക് ഇന്ന് 4 റിമൂവ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സെറ്റ് നം ഡോട്ട് പർട്ടിക്കുലർ എലമെൻറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? റിമൂവ് അല്ലേ? റിമൂവ് എന്നിട്ട് ആ എലമെൻറ്റ് കൊടുക്കുക 4. അപ്പോൾ അടുത്ത പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തും റിമൂവ് ആയി പോയി, 4ഉം റിമൂവ് ആയി പോയി. ഇനി എനിക്ക് 9 റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പം എന്ത് കിട്ടി? 9 റിമൂവ് ആയിട്ട് 3ഉം 4ഉം ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്തത്, ഏതൊക്കെ ഫങ്ഷൻസാണ് യൂസ് ചെയ്തത്? ഡോട്ട് എന്താണ് ക്ലിയർ യൂസ് ചെയ്തു, പിന്നെ ഡോട്ട് പോപ്പ് യൂസ് ചെയ്തു, പിന്നെ ഡോട്ട് റിമൂവ് യൂസ് ചെയ്തു, പിന്നെ എങ്ങനെ ഒരു ലിസ്റ്റിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കി. ഇനി നമുക്ക് സെറ്റിലെ കുറേ ഫങ്ഷൻസ് ആണ് നോക്കാനുള്ളത്. അതായത് നമ്മൾ മാത്സിലാണെങ്കിലും സെറ്റ് പഠിക്കുമ്പം പഠിക്കുമല്ലേ, എന്താണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, എ ഡിഫറൻസ് ബി ഡിഫറൻസ് എ, ഇങ്ങനെയുള്ള എന്താണ് ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 2 നമ്പർ സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നം സെറ്റ് 1 ഈക്വൽസ് 1 2 5 6 8 എന്ന് പറഞ്ഞൊരു സെറ്റ് നം സെറ്റ് 1 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നം സെറ്റ് 2 ക്രിയേറ്റ് ചെയ്യുവാണ്. നം സെറ്റ് 2 ഈക്വൽസ് എന്ത് കൊടുക്കാം? 5 6 8 9 10 എന്ന് പറഞ്ഞ് നം സെറ്റ് 2 ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ് യൂണിയൻ കണ്ടുപിടിക്കണം. അപ്പം യൂണിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഞാൻ ഇത് രണ്ടും പ്രിൻറ്റ് ചെയ്യുവാണ്. ഈ 2 സെറ്റ്സും പ്രിൻറ്റ് ചെയ്യുവാണ്. ഈ 2 സെറ്റും ആദ്യം പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഓക്കെ, നം സെറ്റ് 1 എന്ന് പറയുന്നത് നം സെറ്റ് 1 കോമ നമ്മുടെ ആ സെറ്റ്. ഓക്കെ, then print നം സെറ്റ് 2. എന്നിട്ട് ഞാൻ എന്ത് പ്രിൻറ്റ് ചെയ്യുവാണ്? നം സെറ്റ് 2 പ്രിൻറ്റ് ചെയ്യുവാണ്. നം സെറ്റ് 2. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 2 സെറ്റും കിട്ടും. ഇനി ഇതിൻ്റെ യൂണിയൻ നം സെറ്റ് 1 നം സെറ്റ് 2 എന്ന് പറഞ്ഞ് 2 സെറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കണം. എന്താണ് യൂണിയൻ? യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ എലമെൻറ്റ്സ് ഇൻ നം സെറ്റ് 1 ആൻഡ് ഓൾ എലമെൻറ്റ്സ് ഇൻ നം സെറ്റ് 2 കൂടെ. അതായത് നമ്മൾ കൊടുക്കുന്ന 2 സെറ്റിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കുവാണെങ്കിൽ ആ 2 സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും കൂടെ ഒരു സെറ്റിലോട്ട് പ്രിൻറ്റ് ചെയ്യിക്കുന്നതിന് ഒരു സെറ്റിലോട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. ഓക്കെ, ഓൾ എലമെൻറ്റ്സ് ഇൻ ദാറ്റ് ഫസ്റ്റ് സെറ്റ് ആൻഡ് സെക്കൻഡ് സെറ്റ് കമ്പൈൻ ചെയ്ത് ഒരു സെറ്റാക്കി എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്.
നമുക്ക് യൂണിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത് യൂണിയൻ സെറ്റ് ഈക്വൽസ് എന്ത് ചെയ്യണം? സെറ്റ് 1 നം സെറ്റ് 1 ഡോട്ട് യൂണിയൻ നം സെറ്റ് 1 ഡോട്ട് യൂണിയൻ നം സെറ്റ് 2. പ്രിന്റ് എന്താണ്? യൂണിയൻ യൂണിയൻ സെറ്റ്. ഓക്കെ, അപ്പം എന്താണ്? അപ്പം നമ്മളിത് പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിയൻ കിട്ടിയല്ലേ? എന്താണ് യൂണിയൻ? രണ്ടിലും അതായത് സെറ്റ് 1ലും സെറ്റ് 2ലും ഉള്ള എല്ലാ എലമെൻസും എന്താണ് ഒരുമിച്ച് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത എന്താണ്? ഇന്റർസെക്ഷൻ നോക്കാം. എന്താണ് ഇന്റർസെക്ഷൻ? ഇന്റർസെക്ഷൻ എന്താണ്? നമ്മൾ മാത്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് 1ലും സെറ്റ് 2ലും എന്താണ് കോമൺ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെറ്റിൽ എഴുതുന്നു. അതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ നോക്കാം നമുക്ക്. അപ്പം ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർസെറ്റ് ഈക്വൽ ടു നം സെറ്റ് 1 dot intersection then of intersection of what? Num set 2. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിന്റ് intersection comma int set. കിട്ടിയല്ലേ? ഇന്റർസെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? സെറ്റ് എയിൽ 1 2 5 6 8, സെറ്റ് 2ൽ 5 6 8 9 10. രണ്ടിലും കോമൺ ആയിട്ട് 5 6 8 ഉണ്ട്. സോ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾക്ക് എന്ത് കിട്ടി? 8 5 6 കിട്ടി. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓർഡറിലാണോ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയത്? അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഇസ് ആൻ അൺഓർഡർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. സോ നമുക്ക് ഓർഡറിലൊന്നും അല്ല അത് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നതാണ് ഡിഫറൻസ്. അതായത് എ ഡിഫറൻസ് ബി. ഓക്കെ, എ ഡിഫറൻസ് ബി, എ ഡിഫ് ബി എന്ന് ഞാനിവിടെ കൊടുക്കുവാണ്. എ ഡിഫ് ബി എന്താണ്? എ ഡിഫറൻസ് ബി, എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. കൺഫ്യൂഷൻ ഒന്നുണ്ടോ? എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള ഞാൻ എഴുതി നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. എന്നിട്ട് കോഡ് എഴുതി നോക്കാം, എന്നിട്ട് ഔട്ട്പുട്ട് നോക്കി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ഡെഫ് ബി എന്ന് പറയുന്നത് എന്താണ്? നം സെറ്റ് 1
ഓക്കെ. അപ്പോൾ എന്താണ് ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാവേ. വന്നിട്ടുണ്ടല്ലേ? പ്രിന്റ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എ ഡിഫ് ബി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. എ ഡിഫ് കോമ എ ഡിഫ് ബി. നമുക്ക് കിട്ടി 1 2 ആണല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്? അതായത് എ ഡിഫ് ബി മീൻസ് സെറ്റ് 1 സെറ്റ് 2. അതായത് സെറ്റ് 1 ജസ്റ്റ് എ ഡിഫ് ബി എന്ന് ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. മീൻസ് എ മീൻസ് സെറ്റ് 1 ആൻഡ് ബി മീൻസ് സെറ്റ് 2. അപ്പം എന്താണ്, ഒന്നാമത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലുള്ളത് മൈനസ് ചെയ്യുക. അതായത് ഒന്നാമത്തെ സെറ്റിലുള്ളതും രണ്ടാമത്തെ സെറ്റിൽ ഇല്ലാത്തത്. അങ്ങനെ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. സിമ്പിളായിട്ട് പറഞ്ഞാൽ സെറ്റ് 1 നിന്ന് സെറ്റ് 2 അങ്ങോട്ട് മൈനസ് ചെയ്യുക. സെറ്റ് 1 ഇപ്പോൾ 1 2 5 6 8 ഉണ്ടല്ലേ. സെറ്റ് 2 5 6 8 9 10 ഉണ്ട്. അപ്പം സെറ്റ് 1 സെറ്റ് 2 കോമൺ ആയിട്ട് ആരുണ്ട്? 5 6 8 ഉണ്ടല്ലേ. അപ്പം അതായത് എയിലും ബിയിലും ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ആ ബിയിലുള്ളതിനെ അങ്ങ് കളയുക. ബാക്കി ഏതാണുള്ള 5 6 8 അങ്ങ് കളഞ്ഞാൽ 1 2 ആണുള്ളത് അല്ലേ. അപ്പോൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആൻഡ് 2 ആണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്ത് നോക്കാം? ബി ഡിഫൈൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നം സെറ്റ് 2ൽ നിന്ന് എന്ത് ചെയ്യണം? 2ൽ നിന്ന് എന്ത് ചെയ്യണം? സെറ്റ് 1 മൈനസ് ചെയ്യണം. അതും നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ നം സെറ്റ് 1 നം സെറ്റ് 2 യൂണിയൻ ഇന്റർസെക്ഷൻ എ ഡിഫ് ബി ബി ഡിഫ് എ. ബി ഡിഫറൻസ് എ എന്താ കിട്ടിയിട്ടുള്ളത്? 9ഉം 10ഉം ആണല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ? ബിയിൽ നിന്ന് എയിലുള്ളത് മൈനസ് ചെയ്യുക. ഓക്കെ, ബിയിൽ നിന്ന് എയിലുള്ളത്. എയിൽ ഏതൊക്കെയാ? 1 2 5 6 8. ഓക്കെ, അതിനെ ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ബിയിൽ നിന്ന് മൈനസ് ചെയ്യണം. ബിയിൽ ഏതായാലും 1 2 ഇല്ല, സോ മൈനസ് ചെയ്യണ്ട. ബാക്കിയുള്ളത് ഏതാ? 5 6 8 ബിയിലുണ്ടല്ലേ. അപ്പം അത് എയിലുള്ളതാ, അതിനെ അങ്ങ് മൈനസ് ചെയ്ത് കളയണം. ബിയിൽ നിന്ന്, സിമ്പിളായി പറഞ്ഞാൽ ബിയിൽ നിന്ന് നമ്മൾ എയിലുള്ളത് അങ്ങ് കളയുന്നു. ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിപ്പം എന്താണ്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഡിഫറൻസ് എടുക്കുന്നത്. കാരണം കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. കാരണം ബിയിലുള്ള എലമെന്റ്സ് എയിൽ ഇല്ലെങ്കിൽ പിന്നെ എയിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? എയിൽ നിന്ന് ബി ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ബിയിലുള്ളത് എയിലുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഡിഫറൻസ് എടുക്കുന്നു. എയിൽ നിന്ന് ബിയിൽ ഇല്ലാത്തതിനെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അത് ആ ഡിഫറൻസ് ബിയിലും എയിലും ഉള്ളതിനെ അങ്ങ് കളഞ്ഞിട്ട് ബാക്കി എന്താണോ ഉള്ളത് അതാണ് എടുക്കുന്നത്. അപ്പം കോമൺ ആയിട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് പ്രാധാന്യം ഇല്ല. ഇപ്പം അതുപോലെ ബിയിലും എയിലും കോമൺ ഇല്ലെങ്കിൽ ബി ഡിഫറൻസ് എന്ന് പറയുന്നത് ബി തന്നെ ആയിരിക്കും. കാരണം എയിലും ബിയിലും കോമൺ ആയിട്ടില്ല. സോ ബിയിൽ നിന്ന് എയിലുള്ളത് ഒന്നും കളയാനില്ല. സോ ബി തന്നെ ആയിരിക്കും എന്താണ്, ബി ഡിഫറൻസ് എന്ന് പറയുന്നത് ബി തന്നെ ആയിരിക്കും. എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് എന്തുള്ളത്, സെറ്റിലുള്ള ഫങ്ഷൻസ് ഉള്ളത്. ഏതൊക്കെ പറഞ്ഞു? യൂണിയൻ പറഞ്ഞു, ഇന്റർസെക്ഷൻ പറഞ്ഞു, എ ഡിഫറൻസ് ബി പറഞ്ഞു, ബി ഡിഫറൻസ് എ പറഞ്ഞു. യൂണിയൻ മീൻസ് രണ്ട് സെറ്റിലുള്ളത് എന്താണ് അതുപോലെ വേറൊരു പുതിയ സെറ്റായിട്ട് എഴുതുന്നു. ഇന്റർസെക്ഷൻ മീൻസ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് കോമൺ ഔട്ട് ചെയ്തിട്ട് അത് എഴുതും. അതാണ് ഇന്റർസെക്ഷൻ. അപ്പം പിന്നെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഈ നം സെറ്റ് 1 ഇവിടെ തന്നെ വയ്ക്കുവാണ്.
എല്ലാ കളക്ഷൻ ഐറ്റം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായി ഐട്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, എങ്ങനെ ഈ ഒരു സെറ്റിന് ഐട്രേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കിക്കേ. നിങ്ങൾ ഈ സെറ്റിനെ ഒന്ന് പോസ് ചെയ്തിട്ട്, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ സെറ്റിനെ ഒന്ന് ഐട്രേറ്റ് ചെയ്ത് എഴുതിക്കേ. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ പറയാം. എളുപ്പമാണ്. എന്താ വേണ്ടത്? നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റ് ചെയ്യുക. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഐയിലോട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനീഷ്യലൈസേഷനോ അപ്ഡേഷനോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കൂല, കണ്ടീഷൻ മാത്രമേ എഴുതത്തുള്ളൂ അല്ലേ. അപ്പം ഐയിലോട്ട് എന്താവണം, ഓരോ വട്ടം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ എന്താവണം, ഈ സെറ്റിലുള്ള ഓരോ എലമെൻ്റ് ആയിട്ട് സ്റ്റോർ ആവണം അല്ലേ. ഈ ഓരോ എലമെൻ്റ് ഐയിലോട്ട് സ്റ്റോർ ആവണം. അപ്പോൾ എന്താണ്, എളുപ്പമാണ്. ഫോർ ഐ ഇൻ എന്താണ് നം സെറ്റ് 1. ഓക്കെ, കോളൻ ഇടുക, പ്രിന്റ് ഐ. റൺ ചെയ്ത് നോക്കാം, ടെർമിനലിൽ നോക്കൂ. നമുക്കിത് ഐട്രേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അല്ലേ. വളരെ എളുപ്പമായിട്ട് ചെയ്തു. അതായത് ഫോർ ഐ ഇൻ നം സെറ്റ് 1. ഐയുടെ വാല്യൂ ഓരോ വട്ടം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ എന്താവണം, 1 ആവണം, 2 ആവണം, 5 ആവണം, 6 ആവണം, 8 ആവണം. നം സെറ്റിൽ നിന്നാണ് ഐയുടെ വാല്യൂ എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഐ പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി ടോപ്പിക്സ് ഒക്കെ ഇനിയും ബാക്കിയുള്ള സെറ്റിനെ പറ്റിയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? സെറ്റ് എന്ന് പറയുന്നത് ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ദെൻ സെറ്റിനെയും ഡിക്ഷണറിനെയും എങ്ങനെയാണ് പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഡിക്ഷണറി ആണെങ്കിൽ എന്താണ്, ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. സെറ്റ് ആണെങ്കിലോ വാല്യൂസ് ആയിട്ടായിരിക്കും, അൺഓർഡേർഡ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഇത് പറഞ്ഞല്ലേ, അതായത് കുറച്ച് എന്താണ് ഡോട്ട് ക്ലിയർ, ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് പറഞ്ഞു. എന്തിന്, പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എലമെന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞ് പാരന്തസിസ് ഇട്ടിട്ട് അതിനകത്ത് എലമെന്റ് കൊടുക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഫങ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ആഡ്. ഇതിലോട്ട് എനിക്കൊരു എലമെന്റിന് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? നം സെറ്റ് 1 ഡോട്ട് ആഡ് പാരന്തസിസിനകത്ത് എന്ത് ചെയ്യണം, ആ ഒരു എലമെന്റ് എനിക്ക് ഇതിലോട്ട് ഇപ്പം 9 ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണം. ഇനി ഞാനത് പ്രിന്റ് ചെയ്യട്ടെ. നം സെറ്റ് 1. എന്ത് സംഭവിച്ചു? இந்த സെറ്റിനകത്തോട്ട് 9 എന്നുള്ള എലമെന്റ് ആഡ് ആയിട്ടുണ്ടല്ലേ. അപ്പം ആഡ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായി. ലിസ്റ്റിൽ നമ്മൾ അപ്പൻഡ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. എന്താണ്, ലിസ്റ്റിൽ അപ്പൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആഡ് ആണ്. അപ്പൻഡ് ഇവിടെ വർക്ക് ആവത്തില്ല. പിന്നെ എന്ന് പറയുമ്പം എനിക്ക് എന്താണ്, ഞാനിവിടെ ഇതിൽ ഓൾറെഡി ഉള്ള, ഇപ്പം ഞാൻ ഇതിൽ ഇല്ലാത്തൊരു എലമെന്റ് ആഡ് ചെയ്തത്. ഇനി ഞാൻ ഇതിൽ ഓൾറെഡി ഉള്ളൊരു എലമെന്റ് തന്നെ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പം എന്ത് സംഭവിക്കും നോക്കാം. എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല അല്ലേ. കാരണം എന്താ, ഞാൻ ഇനി തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലോഡ് അല്ല. സോ ഇത്രയാണ് സെറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനിയും ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഫങ്ഷൻസും അതുപോലെ സെറ്റ്, ഡിക്ഷണറി, ലിസ്റ്റ്, ടപ്പിൾ തമ്മിലുള്ള ഡിഫറൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാം. Thanks for watching my video.